എങ്ങോട്ടാ? എങ്ങോട്ടാന്ന് രാവിലെ? എങ്ങോട്ട്? അല്ല എങ്ങോട്ട് ഇറങ്ങാൻ പോയല്ലോ. നടവരെ എന്തിനാ പോണ? രാവിലെ നിനക്ക് എന്ത്? നീ എന്തോന്നൊക്കെ വിളിച്ച പറയണേ? മിണ്ടിയാ കുറ്റം, മിണ്ടിയില്ലെങ്കിൽ കുറ്റം, അനങ്ങിയാ കുറ്റം, അനങ്ങിയില്ലെങ്കിൽ കുറ്റം. എന്തോ നിന്റെ മനസ്സിലിപ്പം എന്തോന്ന് എനിക്കറിയാം. എന്ത്? എന്തേ നീ വരയ്ക്കണ വരയല്ലേ ബാലു നിൽക്കൂല, അതിന് വേറെ ആളെ നോക്ക്. ബാലു ഇവിടെ വാ. എന്ത്? അവിടെയല്ല, ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വരാൻ. എന്തടി എനക്ക്? അങ്ങോട്ട് ഇല്ല ഇങ്ങോട്ട് ഇല്ല, എന്ത് കളിപ്പിക്കണ? ഒരിക്കൂടെ പറയടി, ഒരിക്കൂടെ പറയടി മാറിയിരിക്കാൻ കുട്ടമ്പള നമ്മളെ. പോടെ അവിടുന്ന്. നിങ്ങളെ വരച്ച വര നിർത്തി അത്ര വലിയ പാടൊന്നുമില്ല, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. എന്തറിയാ? നിങ്ങള് ഞാൻ വരച്ചവരല്ല നിക്കണേന്ന്. ഏത് നാട്ടുകാരടി പറഞ്ഞത്? പതുക്കെ. നീ ആരെടുത്തടി പറഞ്ഞേ? പതുക്കെ പറയാൻ പറയാൻ കിടിക്കണേ കുറെ കളിപ്പിക്കണ അല്ലടി. ആദ്യം ഉരുളണ്ട. ഷുക്കൂർ അവിടെ നിക്കണ ഞാൻ കണ്ടായിരുന്നു. ഇങ്ങോട്ട് വാ. വാ. ആരിക്കണുണ്ട്? ഷുക്കൂർ. ഷുക്കൂറാ? എവിടെ? ഷുക്കൂർ കേട്ടിട്ടില്ല? ഷുക്കൂർന്ന് ആദ്യമായിട്ട് കേൾക്കുക. കയറി വാ ബാലു ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാൻ. തള്ളല് കാലൊടിഞ്ഞിരിക്കാണ്. അത് ആ കാലല്ല, അത് ഞാനല്ലല്ലോ ഓടിച്ചോ. ഇത് ഞാൻ ഇത് ഓടിക്കോളൂ. വാ ഓടിക്കാം. രണ്ടു കാലം ഓടിക്കാനടി? കൊന്നളേടി എന്നെ കൊല്ല്. എന്നാ വാ കൊല്ലാം. രണ്ടു കാലം ഉള്ളപ്പോഴേ എന്താ വേണ്ട നിനക്ക്? പിന്നെയാണ് ഇനി കേറി വാ ഇങ്ങോട്ട്. തള്ളല്ലേ? ഷുക്കൂറേ നീ പോയാ? നീ ഇപ്പൊ എവിടെ ഇരിക്കണേ? ഓ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലടേ, അതിനിടയ്ക്ക് അവള് കയറി വന്നില്ലേ? എന്ത്? തോക്ക? ഞാൻ അങ്ങോട്ട് വരാം. ഓ അച്ഛാ ആരാ? ശുക്കൂറങ്ങളാണോ? അച്ഛനെന്തോ തോക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. തോക്കല്ലടേ, തേക്ക്. നമ്മളെ പടവലം വീട്ടിലെ അവിടെ കുറച്ച് തേക്കൊക്കെ വയ്ക്കണം, അതുകൊണ്ട് തേക്കിന്റെ കാര്യമാണ് പറഞ്ഞത്. അച്ഛാ നമ്പർ അടിക്കല്ലേ, അച്ഛൻ തോക്കിന്റെ കാര്യം തന്നെയാ പറഞ്ഞേ. എന്താ? ആരും പറയല്ലേ. ഷുക്കൂറിന്റെ കയ്യിലേ തോക്കിരിക്കും. അച്ഛ എന്നാ അതങ്ങോട്ട് മേടിക്ക്. ഓടാ അവിടെ അവൻ മുടിഞ്ഞ വില പറയും, അതുപോലെ അവ എന്നെ അടിച്ചേപ്പിക്കാനുള്ള പരിപാടിയാണ്. അച്ഛൻ എന്തെങ്കിലും തക്കിട് തകിട് പരിപാടികൾ പറഞ്ഞ് ഒപ്പിച്ചെടുക്ക് ആ തോക്ക്. അതാവുമ്പോ നമ്മുടെ ഒരു വലിയ കുടുംബമല്ലേ, ഇവിടെ ഒരു തോക്കിരുന്നാൽ നമുക്കൊരു വലിയ അഭിമാനമല്ലേ. അച്ഛാ വീട്ടിലൊരു തോക്കുള്ളപ്പോഴേ എല്ലാവർക്കും ഒരു പേടി വരും. ഈ അത്ര പെട്ടെന്നൊന്നും ആൾക്കാരൊന്നും ഇങ്ങോട്ട് അറ്റാക്ക് ഒന്നും ചെയ്യില്ല. പിന്നെ അച്ഛന് വർക്കൊക്കെ ശരിയാവാത്തപ്പോ ആൾക്കാരൊക്കെ വന്ന് ചീത്ത വിളിക്കില്ലേ, അത് ഇതോടുകൂടി നിൽക്കും. അച്ഛാ What is the planning, Daddy? എന്നിട്ട് വേണം അമ്മയുടെ അടുത്ത് ചെന്ന് കൊളത്താൻ. അല്ലെങ്കിൽ നിങ്ങളിപ്പോ എന്നോട് ഒന്നും പറയാറില്ലല്ലോ. പറയില്ല, കാരണം നീ ചാരനാ, അമ്മയുടെ ചാരൻ. അടി ചാരൻ തന്നെ, ഞാൻ ചാരൻ തന്നെ. അതുകൊണ്ടാണ് നിങ്ങൾ പറയണൊക്കെ മാറി ഇരുന്ന് കേട്ടത് കേട്ടാ. ഇത് ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു കൊടുക്കും. അയ്യോ ഓടിച്ചൊന്ന് പറഞ്ഞു കൊടുക്ക്. ഞാൻ പോണ്. അമ്മ അമ്മ 10-20 വയസ്സായി, നിന്റെ കൊച്ചു കുട്ടികളെ പോലെയാ കാണാ. ഇത് ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്ക. നീ എന്താണാ ഇവിടെ നിൽക്കുന്നേ? പോയി പറഞ്ഞു കൊടുക്ക്. ചിരിച്ചോണ്ടിരുന്നോ? അച്ഛ ഇവര് എത്ര നേരം അവനെ എടാ പോടാന്നൊക്കെ വിളിക്കുന്നേ, എന്നിട്ട് അച്ഛനൊന്നും പറയാനില്ല അല്ലേ? ലച്ചു അപ്പൊ നീ എന്താ അവനെ വിളിക്കുന്നേ? പറയുന്നതിന് ഉത്തരം പറ. ഞാനും അവരും തമ്മിൽ അധികം വയസ്സിന് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് നിനക്ക് അവനെ എന്ത് വിളിക്കാൻ പറ്റുമോ? എടാന്നും പോടാന്നും എന്ത് വിളിക്കാൻ പറ്റുമോ? അതെ വെറുതെ വിട്, ഞാൻ പോവാ. ഞാൻ ഒരു അഭിപ്രായവും പറയാൻ വന്നില്ല. അയ്യോ നിക്ക് ലച്ചുമോളെ പോവല്ലേ. നിങ്ങൾ രണ്ടുപേരും കുറച്ച് ഓവറാണ്. അവര് സെറ്റായോണ്ടല്ലേ എന്നെ കഴിച്ച് പിരിക്കും. അച്ഛൻ തോക്കിന്റെ കാര്യം പറയാൻ തന്നെ. തോക്ക് വാങ്ങിക്കടേ, എന്നെ ഷുക്കൂറിനെ കാണണ്ട്. കാണ്. എവിടെ ഇതാ? ഇത് ഏറ് കണ്ണല്ലേടാ? നീ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഡബിൾ ബാരൽ കണ്ണായിരിക്കും. അതിൽ ലൈസൻസ് വേണ്ട, കൈ വെക്കണമെങ്കിൽ. ഇതിന് ലൈസൻസ് വേണ്ടേ? ഇതിന് വേണം, അത്ര നിർബന്ധമില്ല. നാട്ടിലിപ്പോ എല്ലാവരും ഉപയോഗിക്കുള്ളത്. കൊക്കൊക്കെ എവിടെ ഇരിക്കല്ലേ? പിന്നെ ഇതിന് ഉന്നുണ്ടോ? ഉന്നുണ്ട്, വെക്കാൻ ആൾക്കുണ്ടായ മതി. ബുള്ളറ്റ് ബുള്ളറ്റ് അല്ല, പില്ലറ്റ്. എനിക്കറിയാം പില്ലറ്റ് അല്ലേ, പക്ഷെ അത് സൂക്ഷിച്ച് ഉപയോഗിക്കണല്ലേ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും. പിന്നെ സാറ് വെടിവെക്കാറുണ്ടോ? അല്ല വെടിവെക്കാറ്
പിന്നെ എടാ അത് ഈ തോക്ക് കിട്ടത്തില്ലടാ. ഒറ്റ തോക്ക് കിട്ടും, ടവേ സൗണ്ട് വെക്കും. Yeah.